സംഘപരിവാറിന്റെ കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് പരസ്യപ്പെടുത്തുമെന്നും അദ്ദേഹം മാധ്യമസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ശത്രുതാപരമായ നിലപാട് കേന്ദ്രം തുടരുകയാണ്. SIR-ൽ വ്യാപക ക്രമക്കേടുകളാണ് നടക്കുന്നത്. BLOമാർ പോലും അറിയാതെ വോട്ടുകൾ അനധികൃതമായി കൂട്ടിച്ചേർക്കുകയാണ്. അന്യ സംസ്ഥാനത്തു നിന്നുള്ളവർ പോലും വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഗൗരവതരമെന്നും അപാകതകൾ പരിഹരിക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2 ആഴ്ച കൂടി സമയം അനുവദിക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇത് ആരെല്ലാം ചേർന്നത് BLOമാർ പോലും അറിയാതെ വോട്ടർമാരെ ചേർത്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്, മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇതിനകത്ത് വളരെ വലിയ ഒരു ദുരൂഹതയും BLOമാർ അറിയുന്നില്ല. BLOമാർ അറിയാതെ തന്നെ നിരവധി വോട്ടുകൾ ഓരോ ബൂത്തിലും ചേർക്കുന്നു എന്നുള്ളതാണ് ഇത്. നേരെ മറിച്ച് BLOമാർ അറിഞ്ഞുകൊണ്ട് മാത്രമേ വോട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിബന്ധന. അതിന് ലിസ്റ്റ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. എയിംസ് ഉൾപ്പെടെ 29 ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തിനു മുന്നിൽ ഉന്നയിച്ചത്. എന്നാൽ ഒന്നും നൽകിയില്ല. ശത്രുതാപരമായ നിലപാട് കേന്ദ്രം തുടരുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് മതിയായ ഫണ്ട് നൽകാതെ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുകയാണ്. കേരളത്തിനേക്കാൾ ചെറിയ സംസ്ഥാനങ്ങൾക്ക് പോലും ഗ്രാന്റ് വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിൻ്റേത് വെട്ടിക്കുറുക്കുകയാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തെ അവഗണിച്ച കേന്ദ്രത്തിനെ വിമർശിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ആർജവമില്ലാത്തതുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത്. കാസർഗോഡ് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയിൽ നാടിന്റെ വികസനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നതായും ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. കാസർഗോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇന്ന് രാവിലെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് നടത്തിയ ചർച്ചയിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രകടനപദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റാൻ പറ്റുന്നതെല്ലാം അതിന്റെ ഭാഗമാക്കി കാസർഗോഡ് ഇന്ത്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് അതിന് സംരംഭകർ തന്നെ വന്നിട്ട് ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്ന നില സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസ മേഖലയിലുള്ള അധ്യാപകർ ഉൾപ്പെടെ വന്നു അവരും പറഞ്ഞു ശക്തതയില്ലാതിരിക്കുകയാണ്, വളർച്ചയാണ് വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിരുന്നത്. പൊതുവേ വ്യാവസായിക മേഖല ഉൾപ്പെടെ വമ്പിച്ച മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് കാസർഗോഡ് എന്നാണ് അവരെല്ലാം പറഞ്ഞത്. നല്ല രീതിയിലുള്ള ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പയ്യന്നൂരിലെ വി. കുഞ്ഞികൃഷ്ണൻ അടഞ്ഞ അധ്യായമാണ്. വി. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നതല്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് പാർട്ടിക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും ഫണ്ടിന്റെ കണക്ക് പരസ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.